അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഇഫ്താർ സ്പെഷ്യലായിട്ട് ഒരു വെറൈറ്റി ഡ്രിങ്കിൻ്റെ റെസിപ്പിയുമായിട്ടാട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കണമെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ റെഡിയാക്കി എടുക്കുന്നത് ഇഫ്താർ സ്പെഷ്യലായിട്ട് നമ്മൾ ഒരുപാട് ഡ്രിങ്കിൻ്റെ റെസിപ്പി നമ്മൾ ചെയ്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുക്കമ്പർ വെച്ചിട്ട് നമ്മൾ പാല് ചേർക്കാതെ പുതിനയില, ഇഞ്ചി, ഏലക്കാപ്പൊടി ചേർത്തിട്ട് നമ്മൾ നല്ലൊരു അടിപൊളി ഡ്രിങ്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടാണ്. ഒത്തിരി പേര് കണ്ടിട്ട് നമുക്ക് കമൻസുകൾ വന്നിട്ടുള്ളതാട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കുക്കുംബർ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. ഒരുപാട് വാട്ടർ കണ്ടൻ്റ് ഉള്ള ഒരു വെജിറ്റബിൾസാണ് നമ്മുടെ കുക്കുംബർ. നോമ്പ് തുറന്നു കഴിഞ്ഞാലും നമുക്കിത് വെറുതെ കഴിക്കുന്നതും നല്ലതാട്ടോ. അപ്പോൾ ഇന്നിത് നമ്മളിത് പാലിലാണ് നമ്മളിത് അടിച്ചെടുക്കുന്നത്. ഒരുപാട് ഐറ്റംസുകളൊന്നുമില്ല. നമ്മളിതാ ഒരു മീഡിയം സൈസ് കുക്കുംബർ എടുത്തിട്ടുണ്ട്. ഒരു പിടി പുതിനയില, നമ്മുടെ ഒരു ഫ്ലേവറും നമ്മുടെ ജ്യൂസിനൊരു കളറും കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിനയില കൂടുതൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പുതിനയില കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല, വയറിന് നല്ല ഗുണം തന്നെയാണ്. പിന്നെ ഞാനിതിലേക്ക് ഒരു 3 ഞാലിപ്പൂവൻ ചേർക്കുന്നുണ്ട് കേട്ടോ. ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് ഈ ഒരു 2 ഐറ്റം വെച്ചിട്ട് ഇത് റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമ്മളിത് നല്ലൊരു വാട്ടർ കണ്ടൻറ്റ് കൂടുതലുള്ള ഒരു വെജിറ്റബിൾസ് ആയതുകൊണ്ട് നമ്മുടെ ആ ഒരു ജ്യൂസിനൊരു തിക്ക് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പഴം ചേർത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ഇതിൽ കൊടുക്കുന്ന ഫ്ലേവർ പുതിനയില മാത്രമാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ ഫ്രീസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഇതേപോലെ നമ്മൾ ആക്കിയെടുക്കുമ്പോഴാണ് നമ്മുടെ ജ്യൂസിന് നല്ല കൊഴുപ്പ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെ പാലും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത്, പിന്നെ ഞാനിത് അതിലേക്ക് പൊരി അവിലാണ് ചേർക്കുന്നത്. ഇപ്പം നമ്മളിവിടെ അവിൽ മിൽക്കിൽ ചേർക്കുന്ന പൊരി അവിലാണ്. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് അവൈലബിൾ ആട്ടാ. അപ്പോൾ ഇതൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ നട്ട്സുകൾ ഉണ്ടെങ്കിൽ ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചേർക്കാട്ടോ. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് സമയക്കുറവ് കൊണ്ട് ചെയ്തെടുക്കുന്നതാണ് ഇതൊക്കെ. റെഡിയാക്കണം നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിതാ നമ്മുടെ പുതിനയിലയും കുക്കമ്പറും നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് പേസ്റ്റാക്കി അരച്ചെടുത്തതിന് ശേഷം നമുക്കൊന്ന് അരിച്ചെടുക്കണം. അപ്പം ഞാനിത് വെള്ളമൊന്നും ചേർക്കാതെ ആണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക. അപ്പം ഞാനിതൊന്ന് അരച്ചു കൊണ്ടുവരാം. ഇതാ നമ്മളിവിടെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചു മാറ്റാം. നമുക്കിത് തരികളൊന്നും ഇല്ലാതെ നമുക്കിതൊന്ന് അരിച്ചു മാറ്റിയിടും. അപ്പോൾ ഇതാ നമ്മൾ അരിച്ചു മാറ്റിയെടുത്തിട്ടുണ്ട്. അത് നമ്മൾ വീണ്ടും മിക്സിയുടെ ഈ ഒരു ജാറിലേക്ക് തന്നെ ഒഴിച്ചങ്ങ് കൊടുക്കാം. ഒട്ടും വെള്ളം ചേർക്കാതെയാണ് നമ്മളിത് അരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ. കണ്ടില്ലേ, നല്ല പോലെ നമുക്ക് ഇതിൽ നിന്ന് ജ്യൂസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് 3 നമ്മൾ എടുത്ത് വെച്ച നമ്മുടെ ഞാലിപ്പൂവിന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അണ്ടിപ്പരിപ്പൊക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരുപാട് മധുരത്തിലൊന്നും ചെയ്തെടുക്കുന്നില്ല കേട്ടോ. നോർമലായിട്ടുള്ള അതിലാണ് നമ്മളിവിടെ ചേർത്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രീസ് ചെയ്തെടുത്ത് നമ്മുടെ ഈ ഒരു പാല് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മൾ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് പൊട്ടിച്ചെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. ഇനി ഇത് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം. അപ്പോൾ ഇതാ നമ്മളിവിടെ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല തിക്കായിട്ട് തന്നെ കണ്ടില്ലേ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഞാനിതാ കുറച്ച് ഐസ് ക്യൂബ്സ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു ജ്യൂസ് ഒന്ന് ഒഴിക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ഐസ് വാട്ടർ ചേർക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല. നമ്മൾ അതിന് പകരം നമ്മൾ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം നമുക്ക് കുടിക്കാനുള്ള ആ ഒരു തണുപ്പ് നമുക്ക് കിട്ടിക്കോളും. കണ്ടില്ലേ, നല്ല തിക്കായിട്ട് തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരല്പം നമ്മുടെ അവിൽ മിൽക്കിൽ ചേർക്കുന്ന നമ്മുടെ പൊരി അവിൽ ചേർത്ത് കൊടുക്കാം. ഓപ്ഷനിലാട്ടാ, നമ്മളിപ്പോൾ ഇതൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ചേർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതാ ഇനി നമ്മളിത് നോമ്പ് തുറക്കുന്ന സമയത്താണ് ഇത് ടേബിളിൽ കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളത് ഗ്ലാസ്സിലേക്കൊക്കെ എടുക്കുള്ളൂ. അപ്പോൾ നമ്മളിത് ഈ ഒരു അവിൽ വെച്ചിട്ടാണ് ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നത് കേട്ടോ. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയോ അല്ലെങ്കിൽ നമുക്ക് ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും നമുക്കിത് വെച്ചിട്ട് ഡെക്കറേഷൻ ചെയ്തെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു അവിലും കുറച്ച് ബദാമും വെച്ചിട്ട് നമുക്കിതൊന്ന് ഡെക്കറേഷൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇനി നമ്മളിത് കുടിക്കണ നേരത്താണ് നമ്മളിത് റെഡിയാക്കി എടുക്കുള്ളൂ കേട്ടോ. ഞാനിപ്പോൾ നിങ്ങൾക്കിത് വീഡിയോയിലൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അതേപോലെ തന്നെ നല്ല ശരീരത്തിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡ്രിങ്ക് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മുടെ വ്യത്യസ്തമായ ഇഫ്താർ ഡ്രിങ്ക് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിനും അതേപോലെ തന്നെ നോമ്പിൻ്റെ ക്ഷീണത്തിനും ഒക്കെ നല്ല അടിപൊളി ആയിട്ടാണ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്സലാമു അലൈക്കും.